26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. പൊതുവേദികളിലും പാർലമെന്റിലും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കാറുള്ള തിരുവനന്തപുരം MP ശശി തരൂർ കഴിഞ്ഞ ദിവസം തികച്ചും അപ്രതീക്ഷിതമായ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു. ഒരു സ്വകാര്യ ഹോട്ടലിലെ ലിഫ്റ്റിൽ അദ്ദേഹം കുടുങ്ങിയതും തുടർന്നുണ്ടായ ഉദ്വേഗഭരിതമായ നിമിഷങ്ങളും ഒടുവിൽ അഗ്നിശമന സേന നടത്തിയ മിന്നൽ രക്ഷാപ്രവർത്തനവുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയാകുന്നത്. ആ 30 മിനിറ്റിൽ സംഭവിച്ചത് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം. തിരുവനന്തപുരം PMG റോഡിലെ ഹോട്ടലിൽ ഒരു ഉദ്ഘാടന ചടങ്ങിന് എത്തിയതായിരുന്നു ശശി തരൂർ. എന്നാൽ ചടങ്ങ് നടക്കുന്ന ഹാളിലേക്ക് പോകാൻ അദ്ദേഹം കയറിയ ലിഫ്റ്റ് 6ാം നിലയിൽ എത്തിയപ്പോൾ പെട്ടെന്ന് ജാമായി. അനുവദനീയമായതിലും കൂടുതൽ ആളുകൾ കയറിയതായിരുന്നു വില്ലൻ. ഓവർലോഡ് ആയതോടെ സാങ്കേതിക തകരാർ സംഭവിക്കുകയും ലിഫ്റ്റിന്റെ ഓട്ടോമാറ്റിക് വാതിലുകൾ പൂർണ്ണമായി ലോക്കാവുകയും ചെയ്തു. രാത്രി 7:30ഓടെയാണ് വിവരം പുറത്തറിയുന്നത്. ഹോട്ടൽ ജീവനക്കാരും അനുയായികളും ഇരുമ്പുവടികൾ ഉപയോഗിച്ചും ലിഫ്റ്റ് മെക്കാനിക്കുകളെ എത്തിച്ചും വാതിൽ തുറക്കാൻ ആവത് ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. അതോടെ ഹോട്ടൽ സമുച്ചയമാകെ വലിയൊരു പരിഭ്രാന്തിയിലായി. തുടർന്ന് ഒട്ടും സമയം കളയാതെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ വിവരമറിയിച്ചു. മിനിറ്റുകൾക്കകം സ്ഥലത്തെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ അതീവ പ്രൊഫഷണലായ രീതിയിലാണ് നീങ്ങിയത്. ആധുനിക ഹൈഡ്രോളിക് സ്പ്രെഡർ ഉപയോഗിച്ച് അവർ കനത്ത ലിഫ്റ്റ് വാതിലുകൾ വലിച്ചു തുറന്നു. രാത്രി 7:51, അതായത് ഉദ്യോഗഭരിതമായ 30 മിനിറ്റുകൾക്കൊടുവിൽ ലിഫ്റ്റിന്റെ വാതിൽ തുറക്കപ്പെട്ടു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യാതൊരു പരിഭ്രമവുമില്ലാതെ മുഖത്തൊരു വലിയ പുഞ്ചിരിയോടെയാണ് ശശി തരൂർ പുറത്തേക്ക് വന്നത്. ഉദ്യോഗസ്ഥരുടെ കൈകൾക്ക് പിടിച്ച് അദ്ദേഹം നന്ദി പറഞ്ഞു. നിങ്ങൾ അത്ഭുതകരമായ ഒരു ജോലിയാണ് ചെയ്തത്. എല്ലാവർക്കും വളരെ നന്ദി. കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവരും സുരക്ഷിതരാണെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ തന്റെ സ്വാഭാവിക ശൈലിയിൽ വളരെ സരസമായാണ് അദ്ദേഹം ഈ അനുഭവത്തെ വിശേഷിപ്പിച്ചത്. ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സാന്നിധ്യം എത്രത്തോളമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ വാക്കുകൾ. നല്ല അഭിപ്രായമുണ്ട്. ജിതേഷ്, മഹേഷ്, ഈ ടീമൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊന്നും അവസാനത്ത് വന്ന് സംഭവിക്കുന്ന അറിഞ്ഞു. 5 മിനിറ്റ് എത്തിയ ശരിയാണ്. വെരി ഗുഡ്, താങ്ക് യു. പക്ഷെ അവിടുത്തെ ആൾക്കാരെ രക്ഷിച്ചു. ശരി ശരി, നന്നായിരിക്കട്ടെ. വന്നതിന് വലിയ നന്ദി. താങ്ക് യു വെരി മച്ച്. ഒരു ചായ കുടിക്കാൻ നേരം ഉണ്ടെങ്കിൽ ചായ കുടിച്ചിട്ട് പോയാൽ മതി. നേരുണ്ടോ? ശരി, പോയിട്ട് വരും. താങ്ക്സ്. കാണാം. രക്ഷാപ്രവർത്തനം കഴിഞ്ഞയുടനെ ആ സ്നേഹത്തിന്റെ പുറത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ അദ്ദേഹം ചായ കുടിക്കാൻ ക്ഷണിച്ചെങ്കിലും ഡ്യൂട്ടിയിലായിരുന്നതിനാൽ അവർ വിനയപൂർവ്വം അത് നിരസിച്ച് മടങ്ങുകയായിരുന്നു. എന്നാൽ പിന്നീട് ഈ ഉദ്യോഗസ്ഥരെ നേരിട്ട് വിളിച്ച് ആദരിക്കാനും തരൂർ മറന്നില്ല. വലിയൊരു അപകടം ഉണ്ടായേക്കാവുന്ന ഒരു സാഹചര്യത്തെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ മിടുക്കുകൊണ്ടും ഒപ്പം ലിഫ്റ്റിനുള്ളിൽ അകപ്പെട്ടു പോയ നിമിഷങ്ങളിലും ശശി തരൂർ MP പുലർത്തിയ മാതൃകാപരമായ മനസ്സാന്നിധ്യം കൊണ്ടും വളരെ ശാന്തമായി നേരിടാൻ കഴിഞ്ഞത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതറാതെ നിൽക്കാനുള്ള അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും ഒപ്പം നമ്മുടെ അഗ്നിശമന സേനയുടെ പെട്ടെന്നുള്ള നീക്കങ്ങളും തെളിയിക്കപ്പെട്ട ഒരു സംഭവമായി ഇത് മാറി. ഒരു ചെറിയ ആശങ്കയുടെ ഒരു നിമിഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ആശങ്ക മാറിയിരിക്കുന്നു. Subscribe to One India and never miss an update.